2026 ചതയം നക്ഷത്രക്കാർക്ക് നക്ഷത്രം വെച്ച് മാത്രമല്ല നോക്കുന്നത്, ജനിച്ച മലയാള മാസവും കൂടി വെച്ചാണ് നോക്കുന്നത്. നക്ഷത്രം വെച്ച് നോക്കുക എന്ന് പറയുമ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ്, ജനിച്ച മലയാള മാസം എന്ന് പറയുമ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ്. ഇത് രണ്ടും ചേർത്ത് വെച്ചാണ് നോക്കുന്നത്. അപ്പോൾ ഫലം കുറച്ചും കൂടി സൂക്ഷ്മമായിരിക്കും. അപ്പം മലയാള മാസം അറിയണം. മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി 10-നാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാളക്കാരുടെ എടുത്തിട്ട് ജാനുവരി 10-ൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി. പക്ഷേ മാസത്തിൻ്റെ നടുവിൽ ജനിക്കുന്ന, അതായത് 15-ാം തീയതിക്ക് അടുപ്പിച്ച് ജനിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ മാറ്റം വരും. അങ്ങനെയുള്ളതിൽ അറിയാൻ ഏതെങ്കിലും നെറ്റിൽ കയറിയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മലയാള മാസം കിട്ടും. ഇനി നമുക്ക് ചതയ നക്ഷത്രക്കാർക്ക് ഓരോ മാസത്തിൻ്റെയും ഫലം നോക്കാം. ജാനുവരി മാസം ഇടവം, കന്നി, ധനു, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കള്, സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. മനസ്സമാധാനമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. അത്തരം വിഷയങ്ങളെല്ലാം പഠിക്കാൻ പറ്റിയ മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ കുടുംബപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. എന്നാൽ കർക്കിടകത്തിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ മോശമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഗുണമൊന്നും അത്ര കിട്ടില്ല. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ജാനുവരി മാസം അത്ര നല്ലതല്ല. ഇനി ഫെബ്രുവരി മാസം ഇടവം, ധനു, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസ്സമാധാനമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. എന്തെങ്കിലും ആത്മീയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പഠിക്കാൻ പറ്റിയ മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം. പണം നഷ്ടപ്പെട്ടുവോ കളവുവോ ഇതിനെല്ലാം സാധ്യതയുണ്ട്. വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ല മാസം അല്ല. ഇനി മാർച്ച് മാസം ഇടവം, ചിങ്ങം മാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസ്സമാധാനമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. ആത്മീയമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പഠിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. ഇനി ഏപ്രിൽ മാസം ഇടവം, ചിങ്ങം, കന്നി, ധനു, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസ്സമാധാനമുള്ള ഒരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. അത്തരം വിഷയങ്ങൾ പഠിക്കാൻ പറ്റിയ മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. മകരമാസത്തിൽ ജനിച്ചവർക്ക് സൂര്യനിൽ നിന്ന് വളരെ മോശമായിട്ടാണ് ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ മാസം വലിയ ഗുണമൊന്നും ഉള്ളതല്ല. ഇനി മെയ് മാസം ചിങ്ങം, കന്നി, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ മാസമാണ്. പുതിയ എന്തെങ്കിലും പഠിക്കാൻ, ആത്മീയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പഠിക്കാൻ പറ്റിയ മാസമാണ്. അതേപോലെ തന്നെ മനസ്സമാധാനമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. എല്ലാ കാര്യത്തിനും ഒരു ഉത്സാഹം തോന്നുന്ന ഒരു മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കുടുംബപരമായി,
സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. ഇനി ജൂൺ മാസം പൊതുവെ മോശമാണ്. കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യം അത്ര നല്ലതല്ല. ശത്രുക്കളെല്ലാം ഇങ്ങോട്ടേക്ക് കയറി വരും. അതുകൊണ്ട് കഴിയുന്നതും അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നതാണ് നല്ലത്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. അതുകൊണ്ട് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിലുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട്. മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. പക്ഷേ ഇടവത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല. ഇനി ജൂലൈ മാസം ഇടവം കന്നി ധനുമാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസമാധാനമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. അത്തരം വിഷയങ്ങളെല്ലാം പഠിക്കാൻ പറ്റിയ മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. കേസ് വഴക്കിനൊന്നും പോകരുത്. ശത്രുക്കളെല്ലാം ഇങ്ങോട്ടേക്ക് കയറി വരും. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ടെസ്റ്റിംഗ് പ്രൊവീനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ഓഗസ്റ്റ് മാസം പൊതുവെ മോശമാണ്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. എന്നാൽ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല. അതേസമയം അവർ ഉദ്ദേശിച്ച പല കാര്യങ്ങളും സാധിച്ചെന്നും വരാം. സെപ്റ്റംബർ മാസം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ്. കേസ് വഴക്കിനൊന്നും പോകരുത്. ശത്രുക്കളെല്ലാം കയറി ഇങ്ങോട്ടേക്ക് വരും. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നതാണ് നല്ലത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസം അല്ല. എന്നാൽ ഇടവത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല. ഒക്ടോബർ മാസം കന്നി ധനുമാസങ്ങളിൽ ജനിച്ചവർക്ക് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിന് കണ്ടെത്തും. ദാമ്പത്യപരമായിട്ട് നല്ലൊരു മാസമാണ്. കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണം കിട്ടും. പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഓപ്പറേഷനൊന്നും പറ്റിയ മാസമല്ല. അതേപോലെ തന്നെ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം നോക്കണം. നവംബർ മാസം ധനു കുംഭം മാസങ്ങളിൽ ജനിച്ചവർക്ക് ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ കുടുംബപരമായി അത്ര നല്ലതല്ല. സാമ്പത്തികപരമായി അത്ര നല്ലതല്ല. വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. ഡിസംബർ മാസം ഇടവം, ചിങ്ങം, കുംഭമാസങ്ങളിൽ ജനിച്ചവർക്ക് ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ കുടുംബപരമായി അത്ര നല്ലതല്ല. സാമ്പത്തികപരമായിട്ട് അത്ര നല്ലതല്ല.
വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ല മാസമല്ല. ഇതാണ് 2026 ചതയം നക്ഷത്രക്കാർക്കുള്ള ഫലം.